മോശമായിട്ടുള്ള കാര്യമാണ് ബിഗ് ബോസ് പോയതെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. മണ്ടത്തരായിരുന്നു. എനിക്ക് എന്തിൻ്റെ അതെങ്ങനെയാ എല്ലിൻ്റെ ഇടയിൽ കയറിട്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. തോന്നുന്നുണ്ട്. അതായത് നമ്മളിങ്ങനെ വീഴാൻ കാത്തിരിക്കും ആൾക്കാർ. നമ്മളൊന്ന് വീഴണം, അപ്പം മനസ്സിലാവും ആരാണ് പുറകിൽ നിന്ന് കുത്താൻ ഇങ്ങനെ കാത്തിരിക്കുന്നതെന്ന്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കുത്തിയ ആൾക്കാരൊക്കെ ഇപ്പോൾ മനസ്സിലായി തുടങ്ങി. കുത്തിയത് ആൾക്കാർ ആരാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ലെങ്കിലും ആരൊക്കെയാണ് ഫേക്ക് ആരൊക്കെയാണ് റിയൽ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതിപ്പോഴെങ്കിലും തോന്നിയല്ലോ വൻ മണ്ടത്തരായി പോയെന്ന്. ഞാൻ ഓർത്തി മസ്താനി പണ്ട് ഗുരുജീന്ന് പറഞ്ഞ ടിക്ടോക്കിലുള്ള പുള്ളി അങ്ങോട്ട് അശ്ലീലം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ധൈര്യത്തോടെ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ല പക്വതയായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇൻ്റർവ്യൂ എടുത്ത് ഒരുപാട് പക്വതയായിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് ഓർത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് വന്നിട്ട് ആ മണവാളനായിട്ടുള്ള പുള്ളി ആ പിന്നിൽ നിന്ന് കുത്തി ഫേക്ക് എന്നൊക്കെ പറഞ്ഞ ആരാന്ന് നമുക്ക് എന്നാ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റുമോ അത് മണവാളനാന്ന്. എങ്കിലൊക്കെ ഇരുന്നാലും വൻ മണ്ടത്തരായിപ്പോയി. പിന്നെ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഞാൻ ബിഗ് ബോസിനെ വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ ബിഗ് ബോസിന് പുറമേന്ന് കാണുന്ന നിരീക്ഷിക്കുന്ന പോലെയല്ല. അകത്ത് കയറി കഴിയുമ്പോൾ ഭയങ്കര പാടാണ്. ആ സീക്രട്ട് ഏജൻറ്റും സമ്മതിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങളെപ്പോലുള്ള ഒരാൾ പോകരുത്. പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അത്ര രീതിയായിട്ട് ഞാൻ പല എൻ്റെ ഈ റിയാക്ഷൻ വീഡിയോയിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് ഒരു കോമ്പറ്റീഷനായിട്ട് എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. കുറേ ഒന്ന് പട കൂടുക ആ രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റൊരു റിയാലിറ്റി ഷോ പോലെയല്ല. എനിക്കങ്ങനെ ഒരു അട്രാക്ഷനായിട്ട് തോന്നിയിട്ടില്ല, ഒരു ആവേശമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ സ്റ്റാർ സിംഗർ അതുപോലെ തന്നെ പാട്ട് പാടുന്ന ഡാൻസ് കളിക്കുന്നതൊക്കെയാണെങ്കിൽ അതൊക്കെ ഒരു കോമ്പറ്റീഷൻ. ഇത് വെച്ച് എൻ്റെ കോമ്പറ്റീഷനാണെന്ന് എനിക്ക് ഇതുവരെയായിട്ടും ഇത്ര ജനപ്രീതി എന്താ മനസ്സിലായിട്ടില്ല. അത് ശേഷം വേറെ വിടുക. കാരണം ഈ മസ്താനി പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മളൊന്ന് വീഴാൻ ചിലപ്പോൾ ആൾക്കാർ കാത്തിരിക്കും. നമ്മളൊരു എത്രയൊക്കെ നല്ല കാര്യങ്ങളും നേടിയെന്ന് പറഞ്ഞാൽ ഒരു വാക്ക് ഫേക്കായി കയ്യിൽ നിന്ന് ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു ചെറിയൊരു തെറ്റ് മതി നമ്മൾ അതിൽ വിട്ട് ചവിട്ടി താഴ്ത്താൻ ഒരുപാട് ആൾക്കാർ കാണും. തീർച്ചയായിട്ടും അത് അപരിചിതരായിരിക്കില്ല, നമ്മളറിയണ ആൾക്കാർ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ അപരിചിതരോട് പെരുമാറുന്ന പോലെയൊക്കെ ആയിരിക്കണം ഒരടുത്തുള്ള പെരുമാറുന്ന വ്യക്തികളോട് അതേ മെൻറ്റാലിറ്റി കീപ്പ് ചെയ്തിരിക്കണം. ആ പറഞ്ഞതിലും കാര്യമുണ്ട്. അത് മസ്താനാണിച്ച് മണ്ടത്തരാണെങ്കിൽ പോലും പുള്ളിക്കാരത്തിക്ക് അത് തിരിച്ചറിവുണ്ടായി. ഇനിയുള്ള ജീവിതം മുന്നോട്ട് പോട്ടെ. ആശംസകൾ.